ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നൊയമ്പാണോ? എനിക്ക് നൊയമ്പാണ്. ഇവിടെ നല്ല ചൂടാണ്. ചൂടെന്ന് പറയുന്നത് 41 ഡിഗ്രിയോളം ചൂടുണ്ട്. മേഞ്ഞാന്ത ചൂടിന് 43-44 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ചൂട്. ഞാൻ പഞ്ചാബിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ചൂടിൽ മേളിൽ കുറച്ച് മുന്തിരി മരങ്ങൾ വെച്ച് ഒരു മുന്തിരി മരം ഉണ്ടായിരുന്നു, ഒരു മുല്ല ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലപോലെ കത്തിപ്പോയി. താഴെ വെച്ചിരുന്ന മണി പ്ലാന്റിൻ്റെയൊക്കെ ഇലയെന്ന് പറഞ്ഞാൽ കത്തിപ്പോത്തില്ല, തീ കത്തുന്നു, അതേപോലെ ആയിട്ടുണ്ട്. 2 നേരം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ചൂട് പറ്റുന്നില്ല. പിന്നെ ഇന്നത്തെ നോയമ്പിന് നല്ല കട്ടിയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പെരുന്നാൾക്കോടിയൊക്കെ എടുത്തോ? ഞാനങ്ങനെ പെരുന്നാൾക്കോടിയൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാ പെരുന്നാളിനും, ചെറിയ പെരുന്നാളിനായാലും വലിയ പെരുന്നാളിനായാലും അങ്ങനെ പെരുന്നാൾക്കോടിയൊന്നും നമ്മൾ എടുക്കാറില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പിന്നെ നമ്മളെ ബാക്കി ഇന്നത്തെ നോയമ്പൂരിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊക്കെ ചിലപ്പം കുറച്ച് പൈസ കാണും പെരുന്നാൾക്കോടി എടുക്കാനൊക്കെ. പക്ഷെ പൈസ ഒട്ടും കയ്യിലില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത കുറേ പേര് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഒരു പുതു കോടി മേടിക്കുന്ന സമയത്ത് നമുക്ക് മേടിക്കാൻ പിന്നീട് പറ്റും. ആ ഒരു പെരുന്നാളിന് ആഹാരം വെക്കുന്ന ആ ഒരു വീട്ടിലേക്ക് നമ്മൾ ഒറോട്ടി, ബിരിയാണി എല്ലാം വെച്ച് കഴിക്കും. പക്ഷേ ഒരു നേരത്തെ ആഹാരം വെക്കാൻ വകയില്ലാത്ത കുറച്ച് വീടെങ്കിലും കാണും. അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറേ പേരെ സഹായിക്കുന്നുണ്ട്. അത് വീഡിയോയിലൂടെ വന്ന് ഇന്ന ആളെ കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം 2000-3000 രൂപയുടെ തുണിയൊക്കെ മേടിച്ചിടുന്നതിനെക്കാട്ടിലും നല്ലതാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള തുണി മേടിക്കാനായിട്ടൊക്കെ നിങ്ങൾ നോക്കുക. നമുക്ക് നമ്മുടെ ശരീരം മറയ്ക്കാൻ രീതിയിലുള്ള തുണികൾ മേടിക്കുക. അതായത് 4000, 5000, 6000 രൂപയുള്ള തുണികളൊക്കെ മേടിച്ച് എന്തിനു നിങ്ങൾ പണം കളയുന്നത്? അപ്പോൾ നിങ്ങളിപ്പം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളിപ്പോൾ 2000-3000 രൂപയുടെ തുണി മേടിച്ച് ജസ്റ്റ് ഒന്ന് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ അത് ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് നമ്മൾ വേസ്റ്റ് ഓപ്പറ്റിൽ കളയും. അല്ലെങ്കിൽ അലമാരയിൽ അത് പൂട്ടി വെക്കും. അപ്പോൾ ആ ഒരു 2000 രൂപ കൊണ്ട് ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വീടുകളൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾ സഹായിക്കാനായിട്ട് നോക്കുക. പെരുന്നാൾക്കോടി എടുക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളത് എടുക്കുക. ബാക്കി പൈസ നിങ്ങൾ മെച്ചം മേടിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടൊക്കെ നോക്കേണ്ടതാണ്. ഇവിടെ നൊയമ്പ് കുറിക്കാനായിട്ട് ഞാൻ താളിയാണ് മേടിച്ചത്. കാരണം ഒട്ടും എൻ്റെ ശരീരത്തിന് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3 താളി മേടിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ റായ്ത്ത, സബ്ജി, പിന്നെ ദാല് കറി ഇതൊക്കെയായിരുന്നു നമ്മുടെ താളിക്കകത്ത്.